സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരിയായ ഒരു പെണ്ണ്, ആ പെണ്ണിനെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്തിട്ട് 2 മാസമേ ദാമ്പത്യ ജീവിതം നയിച്ചുള്ളൂ. ആ 2 മാസത്തെ ദാമ്പത്യ ജീവിതത്തോടു കൂടി തന്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. ഭർത്താവ് മരിച്ചപ്പോൾ തന്റെ ഭാര്യ, പാവപ്പെട്ട പെണ്ണ് 2 മാസം ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കുന്നു. പ്രസവിച്ചപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വളർത്തുന്നു. 18 വയസ്സേ ഈ പെണ്ണിനായിട്ടുള്ളൂ. ആ 18 വയസ്സായ പെണ്ണ് സുന്ദരിയാണ്, ആരോഗ്യവതിയാണ്, ആരും കെട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രായമാണ്, എല്ലാം കൊണ്ടും തികഞ്ഞ പെണ്ണാണ്. പക്ഷേ താൻ ജന്മം കൊടുത്ത പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആ പെൺകുട്ടി തീരുമാനിച്ചു, എനിക്കൊരു ഭർത്താവിന് വേണ്ട, ഞാൻ എന്റെ ജീവിതം മുഴുവനും ഈ പെൺകുട്ടിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ പെൺകുട്ടിയെയും വിട്ട് ഞാനൊരു ഭർത്താവിന്റെ കൂടെ എന്റെ ജീവിതം ഓർത്ത് ഞാൻ അങ്ങുപോയാൽ ഈ പെൺകുട്ടി ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത കുഞ്ഞായി തീരും, അനാഥയായി വളരും എന്ന് ചിന്തിച്ച് തന്റെ ജീവിതം മുഴുവനും ഈ പെൺകുട്ടിക്ക് അതാ വേണ്ടിയിട്ട് ഹോമിക്കുകയാണ്. ആ പെൺകുട്ടിയെ ഈ സ്ത്രീ വളർത്തുകയാണ്. 18 വയസ്സ് വരെ വളർത്തുകയാണ്. വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. എല്ലാ നിലക്കും പഠിപ്പിച്ച് 10-18 വയസ്സായപ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇനി അങ്ങോട്ട് പറയുന്നില്ല, പറയാൻ എനിക്ക് കഴിയില്ല. ഒരു ദിവസം ഈ ഉമ്മയതാ കോടതിയിൽ ചെല്ലുകയാണ്. കോടതിയിൽ ചെന്നിട്ട് താൻ ആർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചോ, ആർക്ക് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചോ, ആർക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചോ, ആ പെൺകുട്ടിയുടെ കാൽക്കൽ വന്ന് പറയുന്നു, മോളെ എന്റെ കൂടെ വരണം, ഞാൻ നിന്റെ ഉമ്മയാ. ആ പെണ്ണ് പറയുന്നു, എനിക്ക് ഉമ്മ വേണ്ട, ഞാൻ എന്റെ കാമുകന്റെ കൂടെ പോവുകയാ. കാമുകന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴ് ആ ഉമ്മ സുബ്ഹാനല്ലാഹ് ആ പെൺകുട്ടിയുടെ കാൽക്കൽ വീണ് 2 കാലും കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട്, മോളെ പോകല്ല, നിന്റെ ഉമ്മയാ. ആഖിർ സമാനിലെ മക്കളെ, ഉമ്മമാരെ, ആ 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി സ്വന്തം തന്റെ മാതാവിന്, ജന്മം കൊടുത്ത മാതാവിന് മാറോട് ചേർത്തി പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞ പാല് കൊടുത്ത മാതാവിന്റെ നെഞ്ഞത്ത് ചവിട്ടുകയാ, ചവിട്ടിയിട്ട് വേദനിപ്പിക്കുകയാ. ഞാൻ എന്റെ ഭർത്താമുകന്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പാവപ്പെട്ട ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തന്റെ മകളുടെ കാല് പിടിച്ച് കെഞ്ചിയിട്ട് അവസാനം ഉമ്മയുടെ മുഖത്തും ചവിട്ടിയിട്ട് പോകുന്ന പെൺകുട്ടിയാ. അല്ലാ, ഇതിനൊന്നും പ്രതിഫലം ഈ ലോകത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കണ്ട. ഒരുപക്ഷേ കിട്ടിയെന്ന് വന്നേക്കാം. പ്രതിഫലം കൊടുക്കുന്ന ലോകം ഇതല്ല. പ്രതിഫലം കൊടുക്കുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ خافضة الرافعة إذا رجت الأرض رجا وبست الجبال بسا
സംഭവം സംഭവിക്കാനുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. ആ സംഭവം സംഭവിച്ചാൽ മറ്റൊന്നും ഒരു സംഭവമേ അല്ല. ആ സംഭവം സംഭവിച്ചാൽ ആകാശങ്ങളും ഈ പ്രപഞ്ചവുമെല്ലാം മറ്റൊരു ലോകമായി മാറിയാൽ ഈ